ഇനി സായനയാത്രയിലേക്ക്. നേരം വൈകുന്നേരത്തിൽ ഇനി നമ്മൾ യാത്ര പോകുന്നത് ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി CB അനുമോദിനൊപ്പം എടപ്പാളിലേക്കാണ്. അവിടെ ജൈവ കർഷകനും ജൈവ ജീവിതശൈലിയുടെ പ്രയോക്താവുമായ നിലാചന്ദ്രൻ മാഷിന്റെ വീട്ടിലേക്കാണ് CB അനുമോദ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിലാചന്ദ്രൻ മാഷിന്റെ ഓർഗാനിക് ഹൗസ് കണ്ടുവരാം. നേരം വൈകുന്നേരത്തിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്പം വേറിട്ട ഒരു കാഴ്ചയാണ്. മലപ്പുറം എടപ്പാളിലെ ജൈവ കർഷകനും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ അവാർഡ് നേടിയ അധ്യാപകൻ കൂടിയായിട്ടുള്ള ജൈവ കർഷകനായ ചന്ദ്രൻ മാഷിൻ്റെ ഓർഗാനിക് ഫാം ഹൗസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വേറിട്ട സംരംഭം. നമുക്കതിൻ്റെ ആ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊന്നും അത്ര പരിചിതമല്ലാത്ത ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫാം ഹൗസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ മാഷോട് തന്നെ ചോദിച്ചറിയാം. മാഷേ നമസ്കാരമുണ്ട്. അപ്പോൾ മാഷയുടെ വലിയൊരു സ്വപ്നമാണല്ലോ ഇത്തരത്തിലൊരു ഫാം ഹൗസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള പ്രത്യേകതകളായിട്ട് പറയാനുള്ളത്? ഇത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ലളിതമായിട്ടുള്ള നമ്മുടെ ഒരു 3.5 പതിറ്റാണ്ട് കാലത്തെ ജൈവ കൃഷിയും ജൈവ ജീവിതവുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. അതായത് ഇത്തരം സംഭവങ്ങൾ അറിയാനും പഠിക്കാനും അനുഭവിക്കാനും അതും കൂടി വളരെ പ്രധാനമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് വരാനും ഒരു ദിവസം വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ പാർക്കാനൊക്കെ ഉള്ള സൗകര്യത്തിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 25 സെൻറ്റ് സ്ഥലത്ത് ഒരു സ്വയം പര്യാപ്തമായൊരു യൂണിറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പത്തായുണ്ട്, അരിയുണ്ട്. ഞങ്ങൾ 10 ഏക്കറിൽ നെൽകൃഷി നാട്ടുനെല്ലുകളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു 6 സെൻറ്റ് സ്ഥലം പച്ചക്കറിക്കായി നീക്കി വെച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ വെയിൽ പൂർണ്ണമായും ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഏത് കാലത്തും ഒരു 2-3 വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി. അതുപോലെ 7 നാടൻ പശുക്കളുണ്ട്. വെച്ചൂർ, കാസർഗോഡ്. അതിൻ്റെ പാല് എപ്പോഴും 2 പശു കറവുണ്ടാവും. പാല്, തൈര്, മോര്. അതുപോലെ ഒരു 15-20 നാടൻ കോഴികളുണ്ട്, പ്യുവറായ നാടൻ കോഴികൾ. 4:30 മണിക്ക് നീറ്റ് കൂടണം. അതാണ് നമുക്ക് ആദ്യത്തെ കോഴി, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ നാടൻ മുട്ട. അങ്ങനെ ഒരു ജൈവ. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള സ്പേസ് നമ്മൾ ജയൻറ്റ് ഗൗരാമി എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമീൻ വർഗത്തിൽപ്പെട്ട ഒരു മത്സ്യം, ഒരു 100 മത്സ്യങ്ങളെയും വളർത്തുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സ്വയം പര്യാപ്ത യൂണിറ്റ്. അതെ അതെ, സ്വയം പര്യാപ്തം എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലളിത ജീവിതം നയിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്. അത് ഇത് മകൻ്റെയാണ്. മകൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രൂപകൽപ്പനയത്. അദ്ദേഹം പറഞ്ഞത് അപ്പുറത്ത് വീടൊക്കെ റിനോവേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാർഷിക പരിപാടികൾ വളരെ നന്നായി ഈ 4 പതിറ്റാണ്ട് നടന്നിട്ട്, അപ്പോൾ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മൂപ്പര് രൂപകൽപ്പന ചെയ്തിട്ടില്ല. എന്താ മേൽക്കൂര? മേൽക്കൂര നമ്മൾ ഷീറ്റാണ്. ഷീറ്റ് പറഞ്ഞപ്പോൾ ചൂട് വരും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ ചൂട് വരാതിരിക്കാനുള്ള 2.5 ഇഞ്ച് തെർമോക്കോള്, 40 മൈക്രോൺ റേഡിയൻ ബാരിയർ, പനമ്പ് ഇതുപയോഗിച്ച് സീൽ ചെയ്തിരിക്കുക. ഒട്ടും ചൂട് വരില്ല. പിന്നെ 1 മീറ്റർ ഉയരത്തിലാണിത്. അപ്പോൾ അതുകൊണ്ട് വായുപ്രവാഹം വളരെ കറക്റ്റായിരിക്കും, ജീവിക്കാൻ വളരെ സുഖമാണ്. പിന്നെ അടിയിൽ വെള്ളമുള്ള കാരണം ഏത് സമയത്തും നല്ല ഒരു കൂൾ അന്തരീക്ഷം. നിലം ഒക്കെ സിമെൻറ്റ് ബോർഡാണ്, മറ്റൊന്നുമില്ല. ഇരുമ്പും സിമെൻറ്റ് ബോർഡും മാത്രമേ ഉള്ളൂ. മുകളിലുള്ള സ്ട്രക്ചർ ഒരു 10-9 അടിക്ക് റൂഫുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കാർഷിക ഗൃഹാതിരുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നെല്ല്, വൈക്കോല്, അടയ്ക്ക, കുരുമുളക് ഇത്തരം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് പ്ലേസാണ്. ഇങ്ങനെയാണ് നമ്മളെ മാഷിന്റെ ഓർഗാനിക് ഹൗസിലേക്ക് കയറുന്നത്. ഇവിടെ ഗസ്റ്റൊക്കെ ഇരിക്കാം. ഓണക്കാലമുണ്ട്, ഗസ്റ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആരൊക്കെയാണ് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഈ മേൽക്കൂര തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഉച്ചയ്ക്കാണെങ്കിൽ പോലും വലിയ ചൂടൊന്നും ഇവിടെ അനുഭവപ്പെടില്ല. കാര്യം പനമ്പാണ് ഇവിടെയൊക്കെ ഈ 2 വശത്തും ഉള്ളത്, അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ ഒട്ടും ചൂട് അനുഭവമില്ല. എന്ന് പറഞ്ഞാൽ മുകളിലൊരു സ്റ്റെയർ ഉണ്ട്, അടിയിൽ ഈ എങ്ങനെയാണോ നമ്മൾ ഈ ഫ്ലാസ്കിൻ്റെ സിസ്റ്റമാണ്. ഉള്ളിലുള്ള താപം പുറത്തേക്ക് വരാത്ത വിധത്തിൽ. അപ്പോൾ ഇതിനുള്ള താപം കീഴ്പോട്ട് വരാതെ. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം കൊണ്ടും ഒരു സമഗ്രമാണ്. അപ്പോൾ അത് പുസ്തകങ്ങളാണ്. അതിൽ 300ഓളം ജൈവകൃഷിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. അത് ഹോർത്തൂസ് മലബാറിക്കസ് മുതൽ സുഭാഷ് പലേക്കറുടെ പ്രിൻസിപ്പിൾസ് ഓഫ് നേച്ചർ ഫാമിങ്ങിൻ്റെ 3 എഡിഷൻ വരെയുള്ള ഒരു ജൈവകൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് അറിയാനുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ. ഞാനൊരു 5 പുസ്തകങ്ങൾ എഴുതിയില്ല. ആ പുസ്തകങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട്.
നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും സാധാരണ ഇപ്പോൾ എവിടെയും കാണാത്ത ഒന്നാണ് പത്തായം. ഇതാണ് പത്തായം. ഇതിലാണ് വിലമതിക്കാനാകാത്ത മൂല്യമുള്ള നെല്ലുകളൊക്കെ സൂക്ഷിച്ചത് അല്ലേ? പണ്ടത്തെ കാലത്ത് പത്തായത്തിലാണ് കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സൂക്ഷിക്കുന്നത് അല്ലേ? ഇത് എവിടുന്ന ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതെ, ഒരു 200 കൊല്ലം പഴപ്പങ്ങളാണ്. ഇപ്പൊ ഇത് ഞാൻ മാറ്റി ഇത് ഈ ഒരു അടപ്പ് കേടുവന്നു. അപ്പൊ കാരണം മാറ്റി പ്യുവർ പ്ലാവിന്റെ കാതലില് ഒരു 200 വർഷം മുമ്പ് നമ്മുടെ മുൻ തലമുറ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മനസ്സിലായില്ല? അത് നമ്മളെല്ലാവരും കളഞ്ഞപ്പോഴും നമ്മളത് കളയാതെ സൂക്ഷിച്ചു. ഇതിലിപ്പോ അരികളാണ്, വ്യത്യസ്ത അരികളാണ്. എന്ന് പറഞ്ഞാൽ ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ചിറ്റാണി ഉണ്ട്, ചേറ്റാടി, ട്രഡീഷണൽ റൈസ് ആണ്. അതെ അതെ, ഞാൻ 10 ഏക്കറിൽ നെൽകൃഷി ചെയ്യേണ്ട 3.5 പതിറ്റാണ്ടായിട്ട്. അത് നാട്ടുനെല്ലുകൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ അരിയാണ്, തവിട് കളയാത്ത അരിയാണ്. ഇത് ഇങ്ങനെ അതിന്റെ ഉണക്കല്ലരി. അതുപോലെ ഇതാണ് ഇപ്പൊ അരി. ഇതാണ് അരി, തവിടുള്ള ഫുൾ തവിടുള്ള അരികളാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം പ്രമേഹം ഉണ്ടാവില്ല. അതുപോലെ ഇത് കെമിക്കൽ ഉപയോഗിക്കാത്ത ആയ കാരണം പ്രഷറും ഉണ്ടാവില്ല. അതാണ് വിത്തിന്റെ ആവശ്യത്തിന് മാത്രമായിട്ടാണോ അതോ അല്ല ഉപയോഗിക്കാൻ? ഇത് ഭക്ഷണാവശ്യത്തിനുള്ള. ഇതിപ്പോ ആളുകൾ ഇവിടെ വരും, ഏകദേശം 10 ടണ്ണോളം അരി ഉണ്ടാവും ഒരു വർഷം ഇവിടെ. അത് മുഴുവൻ ആളുകൾ കേരളത്തിലെ ഇത് കൊണ്ടുപോകും. അതാണ് നമ്മുടെ കൃഷി. ഇപ്പൊ ആർക്കും വേണ്ടി ഉണ്ടാക്കണമല്ല, എല്ലാവർക്കും താല്പര്യം കാരണം അവരിങ്ങോട്ട് വരികയാണ്. നാളേക്ക് ഇതിനെ പരിചയപ്പെടുത്താനുള്ള അതെ, നമ്മുടെ കാർഷിക ഗൃഹാതുരത്വങ്ങൾ എന്നാണ് നമ്മൾ പറയണം. വല്ല, വൈക്കോല്, അടയ്ക്ക, കുരുമുളക്, അതൊക്കെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഇത് പിന്നെ ഒരു കോമൺ സ്റ്റോറേജ് പ്ലേസ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പണി നടക്കുന്ന കാരണം നമ്മുടെ അവിടുത്തെ ഗൃഹാതുരത്വങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന്റെ നിർമ്മിതി പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിന്റെ 8 വിങ്സ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. നമുക്ക് ആവശ്യമുള്ളപ്പോ മുഴുവൻ വീട് തുറന്നു വെക്കാം, കംപ്ലീറ്റ്. ഒരു ഒട്ടും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ് ഒരു നമുക്ക് മോളുകല്ല തുറക്കാം. തുറന്ന് കാണിക്കാം. അപ്പോഴാണ് അതിന്റെ ഭംഗി. ഈ വീട് മുഴുവൻ നമുക്ക് ദുവാരി തുറന്നു വെക്കാം, ആവശ്യമില്ലാത്തപ്പോൾ അടച്ചു വെക്കാം. ഇങ്ങനെ തുറക്കാം, കംപ്ലീറ്റ് തുറക്കാം. അപ്പൊ ഈ 8 വിങ്സ് ഇതുമാതിരി ഇങ്ങോട്ട് തുറന്നാൽ എങ്ങനെയാണോ ഈ വാഴത്തോട്ടത്തിൽ ഇരിക്കുന്നത് ആ ഒരു ഫീല് നമുക്ക് വരും. രാത്രിക്ക് നമ്മളെ ചീവീടിന്റെ സംഗീതമൊക്കെ കേട്ട് നിലാവ് കണ്ട് ഉറങ്ങണം എന്ന് ഇരിക്കുകയാണെങ്കിൽ മുഴുവൻ തുറന്നിട്ടാണ്. പിന്നെ നമുക്ക് ആർക്കും ഒന്നും കൊണ്ടുപോകില്ല, നമ്മൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഒരാളിഞ്ഞ് വന്നാൽ പോലും അയാൾക്ക് ഇതൊക്കെ കാണാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു സുരക്ഷിതത്വം നമുക്ക് പ്രകൃതി തരുന്ന സുരക്ഷിതമാണ് വരണം. അതില്ലാണ്ടാക്കിയാൽ ജീവിതത്തിന്റെ സ്വച്ഛത നഷ്ടപ്പെടും. ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ തന്നെ നോക്കണം. ഇതിലിപ്പോ ആളുകൾ വന്ന് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പാചകം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത്തരം ഒരു ജൈവ സാധനങ്ങൾ ജൈവ രീതിയിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ ഒരു ഫാമിലി ഇവിടെ എന്റർടൈൻ. ഞങ്ങളിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വീട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഗൃഹാതുരത്വങ്ങളൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി എന്റർടൈൻ ചെയ്യാൻ വരാം, അവർക്ക് 1-2 ദിവസം താമസിക്കാം. നമ്മുടെ കാർഷിക വൃത്തികളിൽ പങ്കുചേരണമെങ്കിൽ ചേരാം. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നാടൻ പശുക്കൾ, നാടൻ കോഴികൾ, മത്സ്യങ്ങൾ, പച്ചക്കറികൾ, അരി. അപ്പോൾ അവർക്കെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അതിനൊക്കെയുള്ള സൗകര്യം. അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ സ്വപ്ന സങ്കല്പമാണ്. അത് വേറിട്ടൊരു സങ്കല്പം കൂടിയാണ്. കാരണം ഈ ഫാം ടൂറിസം എന്നതിന്റെ ജൈവ ടൂറിസം അല്ലെ, ജൈവ ഹോം ടൂറിസം ഒരു സ്പേസ് നമുക്ക് അങ്ങനെ കിടക്കാനുള്ള. അതെ അതെ, ഇത് നമുക്ക് അതിന്റെ പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറൻ വെയിൽ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു 6 സെന്റ് സ്ഥലം നമ്മൾ ഇതിന്റെ പച്ചക്കറിക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി കുറവാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒരു ഇത് കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. അപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ കൃഷിത്തോട്ടത്തിലേക്കാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ പടിഞ്ഞാറ് നിലാവ് കാണണം, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ വെയിൽ കിട്ടി ഈ പച്ചക്കറി വളരണം. ഈ 2 തെക്ക് പടിഞ്ഞാറൻ വെയിൽ പറഞ്ഞാൽ ഒരു ഏകദേശം 12 കിലോ കലോറി സൗരോർജ്ജമാണ് ഒരു ദിവസം തെക്ക് പടിഞ്ഞാറൻ വെയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിന്റെ 5-1 ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാവുന്നത്. സൂര്യപ്രകാശമാണ് ഭക്ഷണമായി മാറുന്നത്. ഇവിടെ നമുക്ക് കാണാം വഴുതനങ്ങയൊക്കെ വിളഞ്ഞു കിടക്കുകയാണ് അല്ലേ? എല്ലാ കക്കരിയും അതാ കക്കരി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. കക്കരിയൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണാം. ഇവിടെ പശു തൊഴുത്ത് തൊഴുത്ത് പറഞ്ഞാൽ അതിലും പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാടൻ പശുക്കളെ വളർത്തുന്നുള്ളൂ. തൃശ്ശൂരും കാസർഗോഡും പശുക്കളാണ്. നമ്മുടെ 10 ഏക്കർ നെൽകൃഷിക്കുള്ള ചാണകവും മൂത്രവും ജീവാമൃതും എല്ലാം ഇവരാണ്. കുളം പശു അല്ലേ? അത് കുളം പശുക്കളാണ്. ഇത് വെച്ചൂരാണ്.
ഇത് കാസർഗോഡാണ്, ഇത് വില്വാദ്രിയാണ്. ഇതൊക്കെ ഇൻഡിജിനസ് നമ്മുടെ നാടൻ പശുക്കളാണ്. ഇതിപ്പോൾ അതിൻ്റെ കുട്ടിയാണ്, കപില വർഗത്തിൽപ്പെട്ടാണ്. ശരിക്കും 1000 പിന്നെ കാസർഗോഡ് പ്രസവിക്കുമ്പോഴത്തെ ഒരു കപില ഉണ്ടാവും. അങ്ങനെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടില്ല കപില കുട്ടിയാണ്. എന്താ അതിന്റെ പ്രത്യേകത? അതിൻ്റെ കണ്ണ്, മുഖം ഒക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. അതിൻ്റെ നിറം ഒരു ഇതുമാതിരി രാഷ് കളറായിരിക്കും. പൈക്കുട്ടിയാണ്. മാത്രമല്ല വേറെ കാര്യം വേറൊരു കളറും ഉണ്ടാവില്ല, ഒരു ഒറ്റ കളറായിരിക്കും. കണ്ണ് അതുപോലെ അതിൻ്റെ മുഖം ഒക്കെ ഒരു പ്രത്യേക മാൻകുട്ടിയുടെ ഷേപ്പിലുമാണ്. ഇതൊന്ന് ഇവിടേക്കുള്ള വൈക്കോലൊക്കെ വൈക്കോല് നമുക്ക് ഇവിടെ ഉണ്ട്, വൈക്കോലുണ്ടാവും, എല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വയലാണ്. അപ്പൊ അത് നമ്മൾ വളരെ നാച്ചുറലായിട്ട് ഇപ്പൊ പശുക്കളെ കെട്ടും. ഇനിയിപ്പോ ഒരു 20 ദിവസം കഴിഞ്ഞാൽ ആണത് അവരിറങ്ങിപ്പോയി തിന്ന് തിരിച്ചു വരും. മനസ്സിലായില്ലേ? 20 ദിവസം കഴിഞ്ഞാൽ നമ്മള് നെല്ല് അതെ നെല്ല് ഇതിലൊക്കെ കൃഷി ഇപ്പൊ ഞാറിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു 50-100 മീറ്റർ ചുറ്റളവിൽ ഉണ്ടാവുക. അതിന്റെ വേണ്ടി പരിപാലിക്കുക അല്ലേ? ഇവിടെ കൃഷിത്തോട്ടമായിട്ട് തന്നെ ഇതും കിടക്കുന്നത് അല്ലേ? ഇതിൽ നമ്മള് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള മഞ്ഞള്, ഇഞ്ചി, മനസ്സിലായി, പച്ചക്കറി, ഇതിപ്പോ മഞ്ഞളാണ്. നമുക്ക് ഈ വീട്ടിലേക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ള മഞ്ഞൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇഞ്ചി ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ വളരെ ലോ ലൈറ്റ് ഡിമാൻഡാണ്. അപ്പൊ അതുകൊണ്ട് കഴുകുന്നോട്ടത്തിൽ ഉണ്ടാവും. വളരെ സൂര്യപ്രകാശം കുറവാണ്. ഇവിടെ വലിയ മത്തങ്ങയൊക്കെ വിളഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെല്ലാം ജൈവ കെമിക്കൽ നമ്മൾ 4 പതിറ്റാണ്ടായി കെമിക്കൽ എന്ന് പറയുന്ന സാധനം, പഞ്ചസാര, തവിട് കളയാത്ത അരി, അതുപോലെ ഈ വാങ്ങുന്ന മൈദ മുതലായ സാധനങ്ങൾ വീട്ടിൽ കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു ജൈവ ജീവിതം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അത് നയിക്കുന്നത് മത്തൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. 16 മത്തപ്പം പൊട്ടിച്ചു പോകണം. ഇനിയും ബാക്കിയാണ് ആ നിൽക്കുന്നതൊക്കെ. മനസ്സിലായി? അപ്പൊ അതിന്റെ അർത്ഥം ഭക്ഷണമില്ല എന്ന് പറയാൻ പാടില്ല. അതിന്റെ ഒരു വൈവിധ്യം ഉണ്ടാക്കും. അപ്പോൾ അതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. എടപ്പാൾ നീലിയാടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഇതാണ് മാഷിൻ്റെ ഓർഗാനിക് ഹൗസിൻ്റെ വിശദമായ വിവരങ്ങൾ. അപ്പോൾ ആർക്കും ഇവിടെ വരാം, ഈ കാര്യങ്ങൾ കാണാം, മനസ്സിലാക്കാം. ഒപ്പം വേണമെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. എന്നാണെങ്കിലും പ്രകൃതിയെ അറിയാൻ, ജൈവ കൃഷിയെ അറിയാൻ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് എപ്പോഴും സ്വാഗതം ഒതുകയാണ് ചന്ദ്രമാഷ്. അഖിലോട്ട് പറഞ്ഞൊപ്പം CB അനുമോദ്, ന്യൂസ് 18.